CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്ന് പാർട്ടിയിൽ വീണ്ടും ആവശ്യം. സംസ്ഥാന കൌൺസിലിലാണ് ആവശ്യം ഉയർന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ സെക്രട്ടേറിയറ്റ് സ്വജനപക്ഷപാതം നടത്തിയെന്നും അംഗങ്ങൾ ആരോപിച്ചു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അപക്വമായ പ്രസ്താവനകൾ നിർത്തണമെന്നും സംസ്ഥാന കൌൺസിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പിണറായി വിജയൻ പെരുമാറിയത് രാജാവിനെ പോലെയെന്നും LDF ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടെന്നും വിമർശനം ഉയർന്നിരുന്നു. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മേഘ്ന, വീണ്ടും ആവശ്യമുയരുകയാണ് സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്ന്. ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറിക്കും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെയെല്ലാം രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമുണ്ടല്ലോ. അനൂപ്, ഇന്ന് നടന്ന CPI സംസ്ഥാന കൌൺസിലിലാണ് ഈ ആവശ്യവും അതുപോലെ തന്നെ ഇത്തരം ആരോപണങ്ങളും ഉയർന്നിട്ടുള്ളത്. അത് ഗൗരവപരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് കാണേണ്ടത്. അതിൽ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി വന്നത്. ഈ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടവരിൽ കൊല്ലം ജില്ലാ സെക്രട്ടറി PS സുബാൽ അടക്കമുള്ളവരുണ്ട് എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം സ്വജനപക്ഷപാതം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങളാണ് ഈ CPI സംസ്ഥാന കൌൺസിൽ ഉയരുകയും ചെയ്തത്. അതുപോലെ തന്നെ ബിനോയ് വിശ്വത്തിനെതിരെയും CPI സംസ്ഥാന സെക്രട്ടറിക്ക് എതിരെയും വലിയ വിമർശനം ഉയരുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി അപക്വമായിട്ടുള്ള പ്രസ്താവനകൾ അത് നിർത്തണം, അതുപോലെ തന്നെ ആശാസമരം, അതുപോലെ തന്നെ രക്ഷാപ്രവർത്തന വിവാദം, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങളിൽ അപക്വമായ കാര്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ മൊത്തത്തിൽ LDFനെ കുറിച്ച് നോക്കുമ്പോഴും മുന്നണി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയൊരു സാഹചര്യമുണ്ട്. മുന്നണിക്ക് ഇടതു മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യമാണ് കൌൺസിലിൽ അംഗങ്ങൾ വിമർശനമായി ഉന്നയിച്ചത്. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് മാത്രം കാര്യമില്ല, ജനങ്ങളോട് നന്നായി പെരുമാറാൻ കഴിയണം. അതിന്റെ ഒരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമടക്കം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ് CPI സംസ്ഥാന. ശരി, എന്തായാലും രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങളാണ് എന്തായാലും ഉയർന്നിരിക്കുന്നത്. മേഘ്ന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.